മനുഷ്യേട്ടാ, ഏട്ടാ, മനുഷ്യേട്ടാ എണീറ്റേ. ഏട്ടാ, സമയം എണീക്ക്. അതെ, കല്യാണത്തിന് ആൾക്കാർ വരുന്നതേ പെണ്ണിനെ കാണാൻ മാത്രല്ല, പെണ്ണിനെ ആങ്ങളേനെ കൂടെ കാണാനാ. നമുക്ക് വയറൊക്കൊന്നും ഓർക്കണ്ടേ? എണീറ്റാ, ചായ കുടിച്ചേ, എന്നിട്ട് ഓടാമ്പോ. മനുഷ്യേട്ടാ, എനിക്ക് കോളേജിൽ പോകാൻ ലേറ്റ് ആയി, ഞാൻ വിളിക്കില്ലേട്ടോ. നീ ഇന്ന് പോയില്ലേ? എന്തു പറ്റി? പനി വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. എനിക്ക് മീരയുടെ റൂമൊന്ന് ചെക്ക് ചെയ്യണം. എന്താടാ? അതമ്മേ ചേച്ചി, ഇന്ന് മീൻ വേണ്ട. വേണ്ടല്ലോ. ശരി എന്നാ. ജാതകോ? ക്രിസ്ത്യാനിക്ക് എന്ത് ജാതകമാടി? ഏട്ടോ, ഏട്ടന് ഇതിലൊന്നും വിശ്വാസമില്ലായിരിക്കും, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നടന്നൊക്കെ എൻ്റെ ജാതക പ്രകാരം. നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ഡിസ്നേറ്റ് മരിച്ചു പോകുന്നതാണ് നമ്മുടെ ജാതകത്തിലുള്ള. ഇല്ല, ഞാൻ മരിക്കില്ല. ഞാൻ നിന്റെ വീട്ടിൽ ഒന്ന് സംസാരിക്കാം. ഏട്ടനില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, പക്ഷെ എന്നെ ഡിസ്നേറ്റ് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. എൻ്റെ കൂടെ അല്ലെങ്കിലും എവിടെയെങ്കിലും എൻ്റെ ഏട്ടൻ ഹാപ്പിയായി ജീവിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. എപ്പോഴും സന്തോഷത്തോടെ എനിക്കിപ്പോൾ ഒരൊറ്റ വാക്ക് തരാൻ പറ്റും. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഡിസ്റ്റേറ്റിന് മാത്രമായിരിക്കും. ജോസിനറിയാമോ, പഠിച്ച എല്ലാ ക്ലാസ്സിലും അവളായിരുന്നു ടോപ്പർ. പിന്നെ ഇതിനൊക്കെ എവിടുന്ന സമയം കിട്ടുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അവളെന്താ ഇങ്ങനെ? ചതിക്കായിരുന്നില്ലേ അവൾ ഇത്ര നാളെ ഞങ്ങളെ? എന്ത് ധൈര്യത്തിലെ അച്ഛനമ്മമാര് മക്കളെ വിശ്വസിക്കേണ്ടത്? ഇവിടെയാണെങ്കിൽ അവളെ ഒരു വാക്കുകൊണ്ട് പോലും ആരും കുത്തി നോവിച്ചിട്ടില്ല. അതെ, ഈ സാധനം എവിടെ നിന്നെടുത്തോ അവിടെ തന്നെ കൊണ്ടുപോയി. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ അവളോട് ഇത് ചോദിക്കണ്ടേ? നിനക്കൊരു അനിയൻ ചെറുക്കനായിരുന്നെങ്കിൽ നീ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് ഇറങ്ങുമോ? ഞാൻ സംസാരിക്കും അവളോട്, അല്ലാതെ ഇത് ശരിയാവില്ല. ഇനി സംസാരിച്ച് വിഷയം വഷളാക്കി അവൾ അവന്മാരിൽ ആരുടെയും കൂടെ ഇറങ്ങിപ്പോയാലോ? അതിപ്പോ ആണെങ്കിലും അവൾക്ക് ഇറങ്ങിപ്പോലോ. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. അവൾക്ക് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് അവളെ നോക്കറിയാം. അയ്യോ, ഞങ്ങൾ ഇൻസ്പെക്ഷനൊന്നും വന്നല്ല കേട്ടോ. ഈ വഴി പോയ. നീ എന്തിനാടാ കള്ളം പറയുന്നേ? ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നതാ. എന്റെ അമ്മയാ. ഓ, വാ കയറിയിരിക്കെ. ഇവിടുത്തെ മൂത്ത കൊച്ചിനെ കണ്ടപ്പോ ഇവനൊരിഷ്ടം. എന്നാ പിന്നെ നേരിട്ട് വന്ന് പറയാന്ന് കരുതി. എനിക്കിവൻ ആകെ ഒരാളെ ഉള്ളേ. എനിക്കന്ന് ആളെ ആദ്യമായിട്ട് ഇവിടെ വെച്ച് കണ്ടപ്പോ തന്നെ ഒരു ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ. അയ്യോ, മീരയുടെ കല്യാണം ഉറപ്പിച്ചു. ആദ്യമായിട്ടാ ഇവനൊരു പെങ്കൊച്ചിന്റെ കാര്യം എന്നോട് പറഞ്ഞ്. അന്വേഷിച്ചപ്പോ ഇവിടുത്തെ മോളെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം. അതാ ഞാൻ തന്നെ നേരിട്ട് വന്നേ. ഇങ്ങനെ ഒരു ആലോചന വന്നില്ലായിരുന്നെങ്കിൽ. ഓ, അത് സാരമില്ല. ഇത്രയും നല്ല മോളെ കെട്ടാനുള്ള പുണ്യൊന്നും ഇവൻ ചെയ്ത് കാണില്ല. ഇങ്ങനെ വിളിക്കുന്നോണ്ടൊന്നും തോന്നരുത്. രണ്ടുപേരും കല്യാണത്തിന് വരണം. എന്തായാലും ഞങ്ങൾ വരും. ഇവിടെ വരെ വന്നിട്ട് മോളെ ഒന്ന് നേരിട്ട് കാണാൻ പോലും പറ്റിയില്ലല്ലോ. അല്ല, മോളിവിടെ ഇല്ലേ? അവൾക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്.